നമസ്കാരം. പൃഥ്വിഷ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചടയമംഗലത്ത് പട്ടാപ്പകൽ നടന്ന മോഷണ ശ്രമത്തിന്റെ കൂടുതൽ വിവരങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് മോഷണ ശ്രമം നടന്നത്. ചടയമംഗലം പോരേടം റോഡിലുള്ള ശ്രീലക്ഷ്മി ജ്വല്ലറിയിലെത്തിയ യുവതിയും യുവാവും സ്വർണ്ണാഭരണങ്ങൾ എടുത്തതിനു ശേഷം വില ചോദിച്ച് മനസ്സിലാക്കി. യുവതി 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ സ്വർണ്ണക്കടയിൽ എത്തിയിരുന്നു. മാലയുടെ വില ചോദിച്ച് മനസ്സിലാക്കുകയും ഭർത്താവാണെന്ന് പറഞ്ഞ് ഒരാളെ ഫോണിൽ വിളിക്കുകയും ചെയ്തു. തിരക്കായതിനാൽ നാളെ വരാമെന്ന് പറഞ്ഞ് പോയി. തുടർന്ന് ഇന്ന് ഇരുവരും കടയിലെത്തുകയും മാലയുടെ വില ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് കുലുസം മാറി വാങ്ങണം എന്ന് പറഞ്ഞു. തുടർന്ന് കവർച്ചയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് കടയിലുള്ളവരുടെ മുഖത്തേക്ക് അടിച്ചു. കടയിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടിയിറങ്ങിയെങ്കിലും യുവതിയും യുവാവും ജ്വല്ലറിക്ക് പുറത്തിറങ്ങുകയും സ്കൂട്ടറിൽ രക്ഷപ്പെടുകയും ചെയ്തു. ചടയമംഗലം CI സുനീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും തുടർന്ന് അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പൃഥ്വിഷൻ ന്യൂസ്. 1 മണിക്ക് ഭാര്യയും ഭർത്താവും കൂടി വന്നു. 2 പവൻ്റെ മാലയും 2 പവൻ്റെ കുടിസും നോക്കി. അങ്ങനെ കുടിസിൻ്റെ കുറേ നേരം വില പേശി. അന്നേരം പണിക്കൂലി തീരെ കുറച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. കാൽക്കുലേറ്ററെല്ലാം അടിച്ച് കാണിച്ച് ആ സമയത്ത് പറയും 2 പവൻ്റെ കുടിസ് വേണമെന്ന്. കുടിസും കൂടെ എടുത്ത് നോക്കിയപ്പം കുടിസിൻ്റെ കൊളുത്ത് വളഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് മാറ്റി ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. ആ സമയത്താണ് ഇവർ നമ്മുടെ മുഖത്ത് സ്പ്രേ അടിക്കുന്നത്. പെപ്പർ സ്പ്രേ ആയിരുന്നു. കുരുമുളക് സ്പ്രേ ആണോ? പക്ഷേ അഴലൊക്കെ ഉണ്ട്. എൻ്റെ ഈ ഭാഗത്ത് അടിച്ച സെഡ്ജിയുടെ മുഖത്തായിപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ട് ഇറങ്ങി പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഡോറ് തള്ളി തുറക്കുന്ന നേരത്ത് ഭർത്താവ് വെളിയിൽ നിന്ന് ഡോറ് അങ്ങോട്ട് അകത്തോട്ട് തള്ളിക്കൊണ്ട് നിന്നുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല. വിളിച്ചു കൂന്ന് കേട്ടോണ്ടാണ് ആൾക്കാർ ഓടി വന്നത്. ഭാര്യ ആദ്യമേ കയറി സ്കൂട്ടി സ്റ്റാർട്ടാക്കി. പെട്ടെന്ന് പോയി സ്കൂട്ടി ചുരിദാറാണ്, നീല കളർ. പയ്യൻ കറുത്ത ഒരു ഷർട്ടാണ്. കറുത്ത ഒരു പയ്യനുമാണ്. കഴിഞ്ഞ ദിവസം ഇവരിവിടെ വന്നിരുന്നു. കഴിഞ്ഞ സമയം 12:30 മണി സമയത്തോടു കൂടി ഈ ലേഡി വന്നിരുന്നു. ലേഡി വന്ന് 2 പവൻ്റെ മാല നോക്കിയിട്ട് ഫോൺ ചെയ്തു. ഭർത്താവിനെ വിളിച്ച് എന്നിട്ട് ഇത്തിരി കഴിയുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് പറഞ്ഞു ഭർത്താവ് തിരക്കിലാണ്, അതുകൊണ്ട് പിന്നെ വരാമെന്ന് പറഞ്ഞാണ് പോയത്. അങ്ങനെയാണ് ഇന്ന് വന്നത്. എപ്പോഴായിരുന്നു സംഭവം? അത് ഒരു 12:30 സംഭവം. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നത്. മാല കുൽസ നോക്കാൻ വേണ്ടി വന്നത്. എടുക്കണം എല്ലാം പേശി അവർ ഓടി വന്ന് ഓടി പോകാൻ ഇറങ്ങിയത് അവിടെ സ്പ്രേ അടിച്ചു. പെട്ടെന്നുള്ളൊരു നമുക്ക് മനസ്സിലായില്ല. എന്തായാലും CCTV ദൃശ്യങ്ങളുണ്ട് അല്ലേ? CCTV